കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ പാലക്കാട് മണ്ഡലത്തിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. മതേതര വോട്ടുകളും വർഗീയ ധ്രുവീകരണവും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒന്നായി പാലക്കാട് മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി എത്തിയതും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കെതിരെ ഇടതുപക്ഷ നേതാക്കൾ പ്രത്യേകിച്ചും തോമസ് ഐസക് രംഗത്ത് വന്നതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. രമേശ് പിഷാരടി ഒരു ജനപ്രിയ കലാകാരനാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഒരു നിയമസഭാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലെ ഗൗരവമില്ലായ്മയാണ് തോമസ് ഐസക് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. ചാനലുകളിലെ റിയാലിറ്റി ഷോകളിലും കോമഡി വേദികളിലും പ്രയോഗിക്കുന്ന ലാഘവത്വം അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് പലസ്തീൻ ഇസ്രയേൽ പ്രശ്നങ്ങളിൽ പ്രയോഗിക്കുന്നത് അരാഷ്ട്രീയമാണെന്ന് ഐസക് കുറ്റപ്പെടുത്തുന്നു. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സാമ്രാജ്യത്വ അധിനിവേശ വിരുദ്ധ പോരാട്ടമാണ് പലസ്തീൻ മണ്ണിൽ നടക്കുന്നത്. അവിടെ നടക്കുന്ന വംശഹത്യയും അധിനിവേശത്തെയും കുറിച്ച് സംസാരിക്കുന്നത് കേരളത്തിൽ ഭിന്നതയുണ്ടാക്കുമെന്ന വാദം RSS കാലാകാലങ്ങളായി ഉയർത്തുന്നുണ്ട്. ഇതേ ഭാഷ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏറ്റുപിടിക്കുമ്പോൾ അത് ആരെ സഹായിക്കാനാണെന്ന ചോദ്യമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത്. സ്വന്തം പാർട്ടി നേതാവ് സോണിയാഗാന്ധി പോലും പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേൽ അനുകൂലമായ മോദി സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുമ്പോൾ പിഷാരടിയുടെ പ്രസ്താവനകൾ BJP പക്ഷപാതം വ്യക്തമാക്കുന്നുവെന്നും ഐസക് ആരോപിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിയമം എന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രയോഗമായി മാറിയിട്ടുണ്ട്. BJPക്ക് കേരള നിയമസഭയിലേക്ക് ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരം നിയമ മണ്ഡലത്തിലൂടെയാണ്. അന്ന് കോൺഗ്രസിന്റെയും UDFന്റെയും വോട്ടുകൾ കുത്തനെ ഇടിഞ്ഞതും ആ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയതുമാണ് രാജഗോപാലിന്റെ വിജയത്തിന് കാരണമായതെന്നാണ് ഇടതുപക്ഷം നിരന്തരം ആരോപിക്കാറുള്ളത്. പാലക്കാടും സമാനമായൊരു സാഹചര്യം സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടോ എന്നത് തോമസ് ഐസക് ചോദിക്കുന്നു. തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPയെ മാറ്റി നടത്തിയ പരീക്ഷണങ്ങൾ BJPക്ക് ഗുണകരമായതും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയമായി ഗൗരവമുള്ള സ്ഥാനാർത്ഥികളെ തിരുത്തുന്നതിന് പകരം സെലിബ്രിറ്റികളെ ഇറക്കി വോട്ട് ഭിന്നിപ്പിക്കുന്നത് BJPയെ സഹായിക്കാനാണെന്ന കടുത്ത ആരോപണമാണ് ഇവിടെ ഉയരുന്നത്. രമേശ് പിഷാരടിയുടെ പ്രസംഗത്തിലെ സമരമല സംസ്കാരമാണ് കൈമുതൽ എന്ന വരിയെ തോമസ് ഐസക് രൂക്ഷമായി പരിഹസിക്കുന്നു. കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ സാംസ്കാരിക അവസ്ഥകൾ സമരങ്ങളില്ലാതെ ഉണ്ടായതല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ജാതിവിരുദ്ധ സമരങ്ങൾ, ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, സ്വാതന്ത്ര്യ സമരങ്ങൾ എന്നിവയിലൂടെയാണ് ആധുനിക കേരളം രൂപപ്പെട്ടത്. മഹാത്മാഗാന്ധിയുടെ പിന്മുറക്കാരാണെന്ന് അവകാശപ്പെടുന്നവർ സമരങ്ങളെ വെറുക്കുന്നത് വിരോധാഭാസമാണ്. ഗാന്ധിജി തന്റെ സമരങ്ങളിലൂടെയാണ് സാമ്രാജ്യത്വത്തെ നേരിട്ടത്. സമരങ്ങളെ സംസ്കാരത്തിന് വിരുദ്ധമായി ചിത്രീകരിക്കുന്നത് അരാഷ്ട്രീയവാദമാണെന്നും ഇത് യുവതലമുറയെ തെറ്റായ ദിശയിലേക്ക് നയിക്കുമെന്നും ഐസക് ഭയപ്പെടുന്നു. പാലക്കാട് BJP രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലമാണെങ്കിലും തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഇടതുപക്ഷമാണ് രണ്ടാം സ്ഥാനത്തുള്ളതെന്നും ഐസക് അവകാശപ്പെടുന്നു. അതിനാൽ BJP നേരിടാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഗൗരവപൂർവ്വം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന NMR റസാഖിനെയാണ് ഇടതുപക്ഷം ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പക്വതയുള്ള നേതാക്കൾ സഭയിൽ എത്തണമെന്നും അല്ലാതെ വിനോദ പരിപാടികൾ അവതരിപ്പിക്കുന്ന ശൈലി രാഷ്ട്രീയത്തിൽ പ്രായോഗികമല്ലെന്നും CPIM വ്യക്തമാക്കുന്നു. കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ ദൗത്യമല്ല, മറിച്ച് BJPയും കോൺഗ്രസിന്റെ നെറുകേടിനെയും ഒരേപോലെ തോൽപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഐസക് അടിവരയിട്ട് പറയുന്നു. പലസ്തീൻ ഇറാൻ വിഷയങ്ങൾ കേരളത്തിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അത് കേവലം ഒരു മതപരമായ പ്രശ്നമല്ല, മറിച്ച് സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പ്രതീകമാണ്. പാലക്കാട്ടെ വോട്ടർമാർ മുന്നിൽ ഇത്തരം ആഗോള വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിന് RSS നൽകുന്ന വ്യാഖ്യാനങ്ങൾ നൽകുന്നത് മതേതര വോട്ടുകളെ സ്വാധീനിക്കാനുള്ള തന്ത്രമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. രമേശ് പിഷാരടിയെ പോലുള്ള സ്ഥാനാർത്ഥിക്ക് ഇത്തരം വിഷയങ്ങളിലുള്ള അറിവില്ലായ്മയോ അല്ലെങ്കിൽ ബോധപൂർവമായ മൗനമോ BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ അവർക്ക് ഗുണകരമാകും. ഇതിനെ തുറന്നു കാട്ടുക എന്ന തന്ത്രമാണ് തോമസ് ഐസക് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പയറ്റുന്നത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് ആശയങ്ങളുടെ പോരാട്ടമാണ്. സെലിബ്രിറ്റി ഇമേജിനെ രാഷ്ട്രീയ ഗൗരവം കൊണ്ട് നേരിടാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. തോമസ് ഐസക്കിന്റെ വിമർശനങ്ങൾ പാലക്കാട്ടെ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചകൾക്കും തുടക്കമിട്ടു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ മറുപടിയും രാഷ്ട്രീയ നീക്കങ്ങളും പാലക്കാട്ടെ വിധിയെ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. രാഷ്ട്രീയത്തെ തമാശയായി കാണുന്നവർക്ക് പാലക്കാട് മറുപടി നൽകുമോ അതോ സെലിബ്രിറ്റി തരംഗം വോട്ടായി മാറുമോ എന്ന് കണ്ടറിയണം.